ഫിഫ ലോകകപ്പിന് പന്തുരുളാൻ അതിന്റെ കിക്ക് ഓഫിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഏതാണ്ട് ഇന്ത്യൻ സമയം 10:00 ഉദ്ഘാടന ചടങ്ങുകൾ മെക്സിക്കോയിൽ ആരംഭിക്കും. അതിനുശേഷം 12:30 ആദ്യ വിസിൽ മുഴങ്ങും. ഈ ലോകകപ്പിന് തുടക്കമിട്ടുകൊണ്ട് ആതിഥേയരായിട്ടുള്ള മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയാണ് നേരിടുന്നത് ആദ്യ മത്സരത്തിൽ. ഫുട്ബോളിന്റെ ആവേശം അതിനി വരും ദിവസങ്ങളിൽ ഗിയർ മാറ്റി കയറാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഫുട്ബോൾ ലോകകപ്പിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മോടൊപ്പം അതിഥികളുണ്ട്. നമ്മോടൊപ്പം ബിനീഷ് കിരൺ, മുൻ കേരള ക്യാപ്റ്റൻ, ഒപ്പം ഫുട്ബോളർ ഗിഫ്റ്റി ഗ്രേഷ്യസ് സ്റ്റുഡിയോയിൽ തന്നെ ഉണ്ട്. ഗിഫ്റ്റി, വെൽക്കം. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു. അപ്പോ ബിനീഷ് കിരണുണ്ട് നമ്മോടൊപ്പം അവിടെ കണ്ണൂരിൽ നിന്ന്. ഞാൻ അത് ഗിഫ്റ്റിൽ തന്നെ ടീം ഏതാന്ന് പറ. ഞാൻ കടുത്ത അർജന്റീന ആരാധകനാണ്. ഈ മെസ്സി എന്ന് പറഞ്ഞാൽ അത്ര വികാരമുള്ള ഒരു മനുഷ്യനാണ്. വർഷങ്ങളായിട്ട് 2010 ഞാൻ ആദ്യമായിട്ട് ഒരു വേൾഡ് കപ്പ് കണ്ടു തുടങ്ങുന്നത്. പക്ഷെ അന്ന് ജർമ്മനിയോട് തോറ്റു. പക്ഷെ അതിന് ശേഷം ആയാലും നമ്മൾ വർഷങ്ങളോളം സെമി ഫൈനലുകളിൽ കോപ്പ അമേരിക്ക തോറ്റു, വേൾഡ് കപ്പ് തോറ്റു. വേൾഡ് കപ്പ് ഫൈനലിൽ ഞാൻ തോക്കുമ്പോൾ എന്റെ തല ഞാൻ മുട്ട അടിക്കുന്നു പെറ്റി വെച്ചിട്ട് മുട്ട വരെ അടിച്ച് മനുഷ്യനാണ്. മെസ്സിക്ക് വേണ്ടി ആണ്. അപ്പൊ അത്രയ്ക്ക് മെസ്സിനോട് ഇഷ്ടമുള്ള ഒരു ആളാണ് ഞാൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ് മെസ്സി 2022 വേൾഡ് കപ്പ് അടിച്ചു. അത് ഈ കൊല്ലം ഇനി മെസ്സിക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു പ്രഷറും ഇല്ല, കൂളായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു വേൾഡ് കപ്പാണ്. പലതും ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നു. ഈ USA ഏറ്റവും ഒടുവിൽ ലോകകപ്പ് നടന്നപ്പോൾ 94 അന്ന് ഒട്ടും അർജന്റീന ആരാധകർക്ക് ആഗ്രഹിക്കാൻ പറ്റാത്ത ലോകകപ്പാണ്. അന്നുണ്ടായത് എന്തൊക്കെയാണ്? മറഡോണയെ ഡോപ്പിംഗിൽ വിവാദമുണ്ടാവുന്നു. അതായത് മയക്കുമരുന്ന് പോലുള്ള ലഹരി വസ്തു ഉപയോഗിച്ച്. ആകെ ആശ്വാസം എന്ന് പറഞ്ഞാൽ ബാറ്റിസ്റ്റൂട്ടയുടെ ചില ഗോൾ, ഒരു ഹാട്രിക് ഉൾപ്പെടെ 4 ഗോളുകൾ ബാറ്റിസ്റ്റൂട്ട നേടിയതാണ്. അതിനപ്പുറത്തേക്ക് അർജന്റീന ഒരുപക്ഷെ 94 ലോകം കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ജനിക്കുന്നത് 99 ഓക്കെ. അപ്പൊ ആദ്യത്തെ ലോകകപ്പ് ഓർത്ത് കണ്ടത് 2010 ഒരു ഓർമ്മയുള്ളത്. ഓക്കെ, ശരി. അപ്പൊ മെസ്സി ഒരു ലോകം കളിച്ചിട്ടിരിക്കുക. 2006 കളിച്ചിട്ട് വരുന്ന സമയം 10 തൊട്ടാണ് നമുക്കൊന്ന് മനസ്സിലായി തുടങ്ങുന്നത് ശരിക്കും ലോകകപ്പിന്റെ ഒക്കെ ഒരു ആവേശം എന്താന്നുള്ളതും. നാട്ടിൻപുറത്തുള്ള നമ്മളൊരു വീടിന്റെ അവിടെയൊക്കെ ഭയങ്കര ആവേശമാണ്. ആൾക്കാർ കളി കാണുന്നത് രാത്രിക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നും ഭയങ്കര ഫ്ലെക്സ് ഒക്കെ വെച്ച് അത് ഇന്നും ഉണ്ട്. ഇന്നും അവിടെ ഓരോ ആഘോഷങ്ങളിലാണ്. അത് വളരെയധികം രസമാണ് അവിടുത്തെ. അപ്പൊ ഗിഫ്റ്റ് ഇങ്ങനെ ഈ ഫുട്ബോളിലേക്ക് വന്ന് ഈ ലോകകപ്പിന്റെ ഒക്കെ ആവേശമൊക്കെ കണ്ട് അങ്ങനെ ഒരു തരത്തിലാണോ? അങ്ങനെയല്ല, ഫാദറിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കളിക്കാരനാക്കണം എന്ന്. അപ്പൊ അങ്ങനെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ വരുന്നത്. വളരെയധികം കഷ്ടപ്പെട്ട് ഫാദർ ഒരു കളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഫാദറിന് എന്നിലൂടെ ആക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വരുന്നത്. ഫുട്ബോളറായി അങ്ങനെ കേരളത്തിന്റെ പ്ലെയറായി മാറി ഗിഫ്റ്റി ഇനി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. എന്തായാലും ഗിഫ്റ്റി, ഈ ഫാൻ ഫൈറ്റുകളാണല്ലോ ഏറ്റവും പ്രധാനം കേരളത്തെ സംബന്ധിച്ച്. ഇന്ത്യ കളിക്കുന്നില്ല, പക്ഷേ നമ്മൾ ഓരോ രാജ്യങ്ങളായി മാറുകയാണ് ഈ 40 ദിവസങ്ങളിൽ. അപ്പോൾ നമ്മൾ രണ്ടിലും ഇപ്പോൾ അർജന്റീന എന്ന് പറഞ്ഞ പോലെ ഈ കാണുന്ന പ്രേക്ഷകരിൽ ഒരുപാട് പേർ, അതായത് ബെൽജിയം ഉണ്ടാകാം, ഇംഗ്ലണ്ട് ഉണ്ടാകാം, അങ്ങനെ ഒരുപാട് സംഘങ്ങളായി തിരിഞ്ഞ് മത്സരിക്കുന്നു. പക്ഷെ ഇത്തവണ പതിവ് ആവേശമില്ല എന്നൊക്കെ ആരൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ ടീമുകളിലെ മെയിൻ കളികൾ വരാൻ വെയിറ്റ് ചെയ്യും? ഇപ്പോൾ അത്ര വലിയ മരണ ഗ്രൂപ്പുകൾ വളരെയധികം കുറവാണ്. കളികൾ അത്ര ഇപ്പോൾ ഒരു ഫ്രാൻസ്, മൊറോക്കോ, പിന്നെ അങ്ങനെ കുറച്ച് ഗെയിമുകളേ ഉള്ളൂ. പക്ഷെ പഴയ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒരു 2-3 മെയിൻ ടീമുകൾ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ നമുക്കൊരു റൗണ്ട് ഓഫ് 32 തൊട്ടിട്ടാണ് നമുക്കൊരു കളീൻ്റെ ഒരു ടൈറ്റ് വരാൻ പോകുന്നത്. അതുവരെ ചിലപ്പോൾ അട്ടിമറികൾ ഉണ്ടാവാം, പക്ഷെ എന്നാലും ഒരു കളിക്കൊരു ചൂട് ആയി വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പക്ഷേ ആൾക്കാർ പറയുന്നത് ഒരു ആവേശം കുറവാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആവേശം എന്ന് പറഞ്ഞാൽ അർജന്റീനയും ബ്രസീലുമാണ്. ഇപ്പൊ നമുക്ക് ഓൾറെഡി കപ്പ് കിട്ടിക്കഴിഞ്ഞു അർജന്റീനയ്ക്ക്. അപ്പൊ അർജന്റീനക്കാർക്ക് ഇതൊരു പ്രഷർ ഇല്ലാത്ത വേൾഡ് കപ്പാണ്. വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു നിമിഷമാണ്. ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. എപ്പോഴും നമ്മൾ പ്രഷർ അടിച്ചിട്ടാണ് കളി കാണുന്നത്. ഇതൊരു ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് അർജന്റീനയ്ക്ക് ഉറപ്പായിട്ടും അർജന്റീന പ്രഷർ ഉണ്ടോന്ന് ഉണ്ട്. പക്ഷെ ഈ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തണം. പക്ഷെ എന്നാലും ഒരു കൂളാണ്. ഓൾറെഡി മെസ്സി കപ്പ് എടുത്തു, എല്ലാ ഫുട്ബോളും എല്ലാം കംപ്ലീറ്റഡ് ആയി. ഈ മെസ്സിന്റെയും റൊണാൾഡോയുടെയും നെയ്മറുടെ കാര്യം പറയുമ്പോഴാണ് എന്താണ് അവർക്കൊരു മേ ബി ലാസ്റ്റ് വേൾഡ് കപ്പ് ആവാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഈ പഴയൊരു വേഗത്തിൽ അവർക്ക് ഈ അപ്പോൾ യമാലിനെ പോലെയോ അല്ലെങ്കിൽ മറ്റ് യുവതാരങ്ങളുടെ ഒപ്പം ഓടിയെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് എന്ന് കരുതാം. ഉണ്ട്, തീർച്ചയായിട്ടും. അവർ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓരോ ടൈമിൽ ഇപ്പോൾ മെസ്സി ആണെങ്കിലും അവർ പ്രൈമിൽ കളിച്ച പോലെ അല്ല ഇപ്പോൾ കളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്താണ് ആ സിറ്റുവേഷൻ അനുസരിച്ച് അവർ കളി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേമ്പേ ബോൾ പാസ് ചെയ്ത് കളിക്കുന്നുണ്ട്, ആവശ്യമുള്ള സമയത്ത് ഡ്രിബിൾ ചെയ്യുന്നു, അനാവശ്യ സമയത്ത് ഡ്രിബിൾ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കളി തന്നെ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടാണ് അവർ കളിക്കുന്നത്. അപ്പോൾ അവർക്കറിയാം കൃത്യമായിട്ട് എവിടെയാണ് എന്താ ചെയ്യേണ്ടത്. നല്ല രീതിയിൽ അത്ര എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ടാണ് അവർ കളിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ പിന്നെ അതിനനുസരിച്ച് നല്ല ടീമാണുള്ളത്. രണ്ടുപേരെ കൂടുതലും നല്ലൊരു സ്ട്രോങ് ടീമാണുള്ളത്. അപ്പോൾ ഇവർ സത്യത്തിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു മോട്ടിവേഷനാണ്. ഒരു എക്സ്ട്രാ ബൂസ്റ്റിന് വേണ്ടിയാണ് ഇവർ രണ്ടുപേരും ടീമിലുള്ളത് തന്നെ. അതൊരു മൊറയിലാണ്. അതെ.
അതാണ് പ്രധാനപ്പെട്ട. എന്തായാലും ഗിഫ്റ്റ് സൂചിപ്പിച്ച പോലെ ആ ഒരു ഊർജ്ജം ഉണ്ടാകും. എന്തായാലും നമുക്ക് ഈ ആരാധകർ അതിങ്ങ് കേരളത്തിലും അത് ഗംഭീരമായിട്ട് തന്നെ പുരോഗമിക്കുകയാണ്. കേരളത്തിലെ ആരാധകരുടെ ഒരു തിളക്കം നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട് ലോകവേദികളിലൊക്കെ. അത് ഫിഫയും അർജന്റീന ടീമും ബ്രസീൽ ടീമും ഒക്കെ അത് അംഗീകരിച്ചിട്ടുമുണ്ട്. കൊച്ചിയിൽ ഇന്ന് കണ്ട ചില ദൃശ്യങ്ങളുണ്ട്. കൊച്ചിയിൽ ഇന്ന് വൈകിട്ട് വലിയൊരു വിഷ്വലായിരുന്നു. പ്രത്യേകിച്ചും കറുകപ്പള്ളി ഭാഗത്ത് എല്ലാ ടീമിന്റെയും അംഗങ്ങൾ നടത്തിയ ഒരു വൻ കാർണിവൽ, വൻ ജാഥ തന്നെ നടത്തി. ഡാനി പോൾ റിപ്പോർട്ട്. കാൽപന്ത് കളിയുടെ ലോകകപ്പിന്റെ വലിയ ആവേശം തന്നെയാണ് എവിടെയും നമ്മൾ നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് പലയിടങ്ങളിലും ഇതുപോലുള്ള ഈ ഫാൻ ഷോകൾ നടക്കുന്നു. നമ്മൾ എറണാകുളത്ത് കലൂരിലെ കറുകപ്പള്ളിയിലാണുള്ളത്. ഇവിടെ DRKKയുടെ നേതൃത്വത്തിലുള്ള ആഘോഷ പരിപാടികളാണ്. വലിയ രീതിയിൽ അത് ലോകകപ്പ് ഒരു ഉത്സവമാക്കി മാറ്റുകയാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ? ഇവിടെ ഇപ്പൊ ബിഗ് സ്ക്രീനാണ് ഒരുക്കിയേക്കണത്, ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തേക്കണാണ്. DRKK കറുകപ്പള്ളി ദേശാഭിമാനി റോഡ് കറുകപ്പള്ളി കൂട്ടായ്മ. എന്തായാലും നാട്ടുകാർക്ക് എല്ലാവർക്കും ഈ വഴിയിലാണ് ബിഗ് സ്ക്രീനാണ് ഒരുക്കിയേക്കണത്. നമുക്ക് എല്ലാ ആളുകൾക്കും വരാനായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു അർജന്റീന കപ്പടിക്കും. ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് ആത്മാർത്ഥമായിട്ട് അർജന്റീന വീണ്ടും കപ്പടിക്കും എന്നുള്ളത്. ടിക്കറ്റ് എടുത്തേക്കണ തിരിച്ചു പോകാനുള്ള അത് ഞങ്ങൾ കാണിച്ചു തരാം. അത് എന്തായാലും നിങ്ങൾക്ക് പറയുന്നത് പോലെ ആദ്യത്തെ ബ്രസീലിന്റെ കളി ആരാന്നുള്ള എല്ലാവർക്കും അറിയാലോ. മൊറോക്കോ ആയിട്ട് ഇവിടെ 5 നക്ഷത്രമാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഉള്ളത്. ഞങ്ങൾക്ക് ഇത് 6ാമത്തെ നക്ഷത്രമാണ് വരാൻ പോണത്. ചിലവർക്ക് 3 നക്ഷത്രം ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ നേരത്തെ 5 അടിച്ചു കഴിഞ്ഞു. അതാണ് അവർക്ക് കിട്ടാത്തതിന്റെ ഒരു ഇതുണ്ട്. നക്ഷത്രം അത് കണ്ടോ? ഞങ്ങൾ കണ്ടോ? ഒരു കാരണവശാലും ഞങ്ങൾ വിട്ടുകൊടുക്കൂല ഈ പ്രാവശ്യം. അതൊന്നും തറക്കൂല. വിഷമം കാണുമ്പോ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്. ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. ഈ പ്രാവശ്യം വേൾഡ് കപ്പ് നെയ്മർ മോന്റെ വൺ ലാസ്റ്റ് ഡാൻസ് ആണ് ഈ പ്രാവശ്യം. എന്തായാലും പോർച്ചുഗൽ സ്കോഡ് അടിപൊളിയാണ്. എന്തായാലും നമുക്കറിയാം ഇവരൊക്കെ പല കഥകളും പറയും. ഒറ്റക്ക് പറയല്ല, സാലിക്കടെ പൊക്കിക്കൊണ്ടിരും. അതുള്ളൂ ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ കപ്പുണ്ട്. ഇതിപ്പോ എല്ലാവർക്കും ആഗ്രഹിക്കാം. പക്ഷെ 5ാമത്തെ കപ്പ് കൂടി ജർമ്മനിയുടെയാണ് ഈ പ്രശ്ന കപ്പ്. വലിയ ആവേശം തന്നെയാണ്. ഫാൻസുകൾ അവരെ ചേരിതിരിഞ്ഞുള്ള വലിയ ആഘോഷങ്ങൾ തന്നെയാണ്. ഫുട്ബോളിൽ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം നമ്മളുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ടീം അങ്ങനെ കളിക്കുന്നില്ലെങ്കിലും വലിയ ആഘോഷത്തോടുകൂടി ഓരോ രാജ്യത്തിന് വേണ്ടിയും ആർപ്പ് വിളിക്കുമ്പോൾ ഫുട്ബോൾ എന്നത് വലിയ ഉത്സവമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും കൊച്ചിയുടെ തെരുവുകൾ വളരെ സജീവമാണ്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ഈ ഉത്സവം അതിങ്ങനെ നീണ്ടു നിൽക്കും. ഇത്തവണ പതിവിൽ കൂടുതൽ ദിവസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് മറ്റു പ്രത്യേകത. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.